ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് സാധാരണ വലിയൊരു മാങ്ങ കൊണ്ട് എങ്ങനെയാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ ഒന്നും ചെറിയ മാങ്ങ കിട്ടില്ല, പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റിയ സൈസിലുള്ള മാങ്ങ കിട്ടില്ല അങ്ങനെ. അപ്പോൾ ഈ വലിയൊരു മാങ്ങ വെച്ചിട്ട് ഇതുപോലെ ഒരു കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മാങ്ങയാക്കുകയാണ് ചെയ്യണത്. ഇതിപ്പോൾ നല്ല പഴുത്ത മാങ്ങ ആയതുകൊണ്ട് നല്ല രസമായിട്ട് തന്നെ വരും. ഒരുപാട് പഴുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് ചിലപ്പോൾ ഇച്ചിരി കഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഇതിങ്ങനെ എൻ്റെ ഒരു മെത്തേഡിൽ ഇങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്കിനി മുറിച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, വലിയ മാങ്ങയാണെന്ന് പറഞ്ഞാൽ. അരപ്പ് ആദ്യം തന്നെ റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അതിലോട്ട് 1/2 കപ്പ് ജീരകം ഇടുക, പിന്നെ ഒരു 3 പച്ചമുളക് ഇടുന്നുണ്ട് ഞാൻ. ഇത് എരിവിനനുസരിച്ചിട്ട് നമ്മൾക്ക് മാറ്റം വരുത്താം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ മാങ്ങ വേവിക്കാൻ വയ്ക്കണം. അപ്പം അതിലോട്ട് മാങ്ങ, പച്ചമുളക്, പിന്നെ കറിവേപ്പില, കുറച്ച് വെല്ലം ഇടുന്നുണ്ട്. വെല്ലം ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഈ മാങ്ങ അങ്ങ് കുഴഞ്ഞു പോവില്ല. കാരണം മധുരം ഇട്ടിട്ട് വേവിക്കുന്ന സാധനങ്ങൾ പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അത് ഇച്ചിരി മധുരവും കിട്ടും നമുക്ക്. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക, പിന്നെ ഉപ്പ് ഇടുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. മാങ്ങയൊക്കെ പിന്നെ വേവാൻ അധികം ടൈം വേണ്ട, 2 മിനിറ്റ് തിളയ്ക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പം ഇനി ഇതൊക്കെ വെന്തതിന് ശേഷം തിരിച്ച് മറിച്ചിടുന്നത് ഇച്ചിരി സൂക്ഷിച്ച് വേണം, എന്നാൽ ഇല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ ഇനി ഇതിലോട്ട് അരപ്പ് ചേർക്കുക, വെള്ളം ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ, തിളയ്ക്കാന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങ് തിളയ്ക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരുമ്പം ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യണം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം തൈര് ഒഴിക്കാം. പിന്നെ ഇതിപ്പോൾ ഞാൻ മിക്സിയിൽ ഒരിച്ചിരി അടിച്ചെടുത്തതാണ്. ഇതിപ്പം 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഒരുപാട് പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 1/2 കപ്പോളം എടുത്താൽ മതി. ഇതൊന്ന് മിക്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ. മിക്സ് ചെയ്തിട്ട് നമ്മൾക്കിനി കടുക് താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലോട്ട് വറ്റൽമുളകും കടുകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് താളിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമായിരിക്കും. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ എളുപ്പമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല, അഥവാ വലിയ മാങ്ങ ഉള്ളതുകൊണ്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ റൗണ്ടാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കി നോക്കുക. എല്ലാവരും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മളിപ്പോൾ മാമ്പഴ പുളിശ്ശേരിയുടെ കൂടെ മുളക് കൊണ്ടാട്ടവും അതുപോലെ അരിയുടെ കൊണ്ടാട്ടവും ഉണ്ട്, പിന്നെ കുറച്ച് ചെറുപയർ ഉപ്പേരിയും ഉണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. മാമ്പഴ പുളിശ്ശേരി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.